Welcome to Region PSK online classes. I am Sonny C. Francis, your chemistry faculty. നമ്മളിപ്പോൾ പല ചാപ്റ്ററുകളായി കെമിസ്ട്രിയിൽ കണ്ടു കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ട് കെമിസ്ട്രി? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരുപാട് ടീച്ചേഴ്സ് റിജ്യൻ PSKയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി പറഞ്ഞു തരാനായിട്ട് എത്തിക്കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ മറ്റൊരു ചാപ്റ്ററാണ്. ആൻഡ് ദാറ്റ് ഈസ് യുവർ യൂണിറ്റ് 9 ഹൈഡ്രജൻ. നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വലിയ തോതിൽ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഓരോ ലൈനുകളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ലൈൻ ബൈ ലൈൻ അനാലിസിസ് ഈസ് റിക്വയർഡ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്ക് ഇതിന് നിർബന്ധമാണ്. സോ ഞങ്ങളിവിടെ ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ NCERT ബുക്കും തുറന്നു വെച്ച് അത് വായിക്കണം. ഞാനിവിടെ NCERT ബുക്ക് എങ്ങനെയെല്ലാം അനലൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഒരു ലെക്ചർ നോട്ട് പോലെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ആൻഡ് അറ്റ് ദ എൻഡ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വർക്ക് സ്വന്തമായിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി ഡാറ്റ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഡാറ്റ എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ നിങ്ങളായി സ്വന്തമായി ഒരു നോട്ട് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ആ നോട്ട് ഉപയോഗിച്ച് വേണം എൻട്രൻസ് എക്സാമിനേഷനും അതേപോലെ തന്നെ ക്ലാസ് 11 ഫൈനൽ എക്സാമിനേഷനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആൻഡ് ദാറ്റ് നോട്ട് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. എൻട്രൻസ് നേടിയ എല്ലാ കുട്ടികളുടെ കയ്യിലും അത്തരം ഒരു നോട്ടുണ്ട്. സോ ഞാൻ തുടങ്ങുകയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന യൂണിറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ ഹൈഡ്രജൻ. ബട്ട് ബിഫോർ ദാറ്റ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2 യൂണിറ്റ് 9 ഹൈഡ്രജൻ അത് മുമ്പിൽ തുറന്നു വെച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ ഒരു നോട്ട് ബുക്കും തുറന്നു വയ്ക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ ഹൈഡ്രജൻ. അപ്പോൾ എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നുണ്ടാവുമെന്ന് കരുതുന്നു. സോ ദിസ് ഈസ് അവർ ചാപ്റ്റർ യൂണിറ്റ് 9 ഹൈഡ്രജൻ. ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് 9 ഹൈഡ്രജൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ എവിടെ നിന്ന് തൊട്ടാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ദ വെരി ഫസ്റ്റ് സെൻറ്റൻസ് ഓൺവേർഡ്സ് നമുക്ക് എന്ത് ചെയ്യണം? വായിക്കണം. ഫ്രം ദ വെരി ഫസ്റ്റ് സെൻറ്റൻസ് ഓൺവേർഡ്സ്. നിങ്ങൾക്കിവിടെ കാണാം, ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന എലമെൻറ്റ് ഏതാണ്? ഹൈഡ്രജനാണ്. ആൻഡ് ദ തേർഡ് മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ഗ്ലോബ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എൻട്രൻസ് പോയിന്റുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഏതൊരു ചാപ്റ്റർ ആണെങ്കിലും ദ വെരി ഫസ്റ്റ് പോയിന്റ് ഓൺ വേർഡ്സ് വായിച്ചു തുടങ്ങണം. ഏതൊരു ചാപ്റ്റർ ആണെങ്കിലും. ഇനോർഗാനിക് കെമിസ്ട്രി ആകുമ്പോൾ പ്രത്യേകം അത് പറയുന്നത് മാത്രം തുടക്കം മുതലേ എന്ത് ചെയ്യണം? വായിച്ചു വരണം. കാരണം എല്ലാത്തിലും ഓരോരോ പോയിന്റ്സ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് 2 പോയിന്റ്സ് കിട്ടി. ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് വൈൽ ഇറ്റ് ഈസ് ദ തേർഡ് മോസ്റ്റ് അബണ്ടൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ഗ്ലോബ്. അതിനുശേഷം ഹൈഡ്രജനെ പറ്റി അവർ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു പാരഗ്രാഫ് ഇതാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് H. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഡുപ്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും. റൈറ്റ്? അങ്ങനെ ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഡയറ്റോമിക് മോളിക്യൂളായ H2 എന്ന രൂപത്തിലാണ്. ഡയറ്റോമിക് മോളിക്യൂളായ H2 എന്ന രൂപത്തിലാണ് ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുക. നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ? ഡൈഹൈഡ്രജൻ എന്ന് പറയാറുണ്ട്. ഡൈഹൈഡ്രജൻ. വെറുതെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും ഹൈഡ്രജൻ ഗ്യാസിനകത്ത് H2 ആണ് നമുക്ക് അറിവുണ്ടാവണം. അത് കൂടാതെ വി ക്യാൻ സ്പെസിഫിക്കലി കോൾ ഇറ്റ് ആസ് ഡൈഹൈഡ്രജൻ എന്നും നമുക്കതിന് എന്ത് ചെയ്യാം? പറയാം. അതിനുശേഷം വരുന്ന നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ്റെ സ്ഥാനം എവിടെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ഹൈഡ്രജൻ എന്ന എലമെൻറ്റിനെ കുറിച്ച് കുറച്ചും കൂടി പോയിന്റുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അത് വേറൊന്നുമല്ല, ഹൈഡ്രജൻ എന്ന ഗ്യാസിനെ ആരാണ് കണ്ടെത്തിയത്? മേ ബി യു ഹേർഡ് ദ നെയിം ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഹൈഡ്രജനെ കണ്ടെത്തിയത്. ഹൈഡ്രജൻ വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി കാവൻഡിഷ്. അതേസമയം അദ്ദേഹം അതിന് കൊടുത്ത പേര്, ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജൻ എന്ന ഗ്യാസിന് കൊടുത്ത പേര് ഇൻഫ്ലേമബിൾ എയർ എന്നാണ്. സോ ഐ റിപ്പീറ്റ്,
ഹൈഡ്രജൻ വാസ് ഡിസ്കവേർഡ് ബൈ ഹൂം? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജനെ കണ്ടെത്തിയത്. ആൻഡ് ഹി നെയിംഡ് ഹൈഡ്രജൻ ആസ് ഇൻഫ്ലേമബിൾ എയർ. ഇൻഫ്ലേമബിൾ എയർ എന്നാണ് ഹെൻറി കാവൻഡിഷ് ഇൻഫ്ലേമബിൾ എയർ എന്നാണ് ഹെൻറി കാവൻഡിഷ് ആരെ പേരിട്ട് വിളിച്ചത്? ഹൈഡ്രജൻ ഗ്യാസിനെ പേര് വിളിച്ചത്. ഓക്കെ. അതേസമയം ഇത് ഹൈഡ്രജൻ എന്ന എലമെൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞത് ലവോയ്സിയർ ആണ്. ലവോയ്സിയർ ആണ് ഇത് ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് തിരിച്ചറിഞ്ഞതും അതിനെ വാട്ടർ പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിൽ ഹൈഡ്രജൻ എന്ന പേര് നൽകുന്നതും. ഈ ഹൈഡ്രജൻ എന്ന പേരിൻ്റെ അർത്ഥം വാട്ടർ പ്രൊഡ്യൂസർ എന്നാണ്. വാട്ടർ പ്രൊഡ്യൂസർ അതെങ്ങനെയെന്നല്ലേ? ഹൈഡ്രോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വാട്ടർ എന്നല്ലേ കുട്ടികളെ? ഹൈഡ്രോ മീൻസ് വാട്ടർ. ജെൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ജനറേറ്റർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നാണ്. പ്രൊഡ്യൂസർ. അപ്പോൾ വെള്ളത്തെ ഉണ്ടാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഇതിനെ ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലവോയ്സിയർ നെയിംഡ് ഇറ്റ് ആസ് ഹൈഡ്രജൻ. ഓക്കെ. അപ്പോൾ രണ്ട് സയൻറ്റിസ്റ്റുകളെ ക്ലിയർ ആയില്ലേ? ഹെൻറി കാവൻഡിഷ് ഡിസ്കവേർഡ് ഹൈഡ്രജൻ ആൻഡ് ഹി നെയിംഡ് ഇറ്റ് ആസ് ഇൻഫ്ലേമബിൾ എയർ. ലവോയ്സിയർ നെയിംഡ് ഇറ്റ് ആസ് ഹൈഡ്രോജൻ വിച്ച് മീൻസ് വാട്ടർ പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിൽ ഹൈഡ്രജൻ എന്ന പേരിട്ടു. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ്റെ സ്ഥാനം എവിടെയാണ്? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്നല്ലേ? പീരിയോഡിക് ടേബിളിൽ മറ്റൊരു എലമെൻറ്റിനും ഇല്ലാത്ത പ്രത്യേകത ഹൈഡ്രജൻ ഉണ്ട്. വീണ്ടും സംശയമായില്ലേ എന്താണ് ആ പ്രത്യേകത എന്ന്? കുട്ടികളെ, പീരിയോഡിക് ടേബിളിലെ രണ്ട് ഗ്രൂപ്പുകളുമായി ഹൈഡ്രജന് സിമിലാരിറ്റീസ് ഉണ്ട്. പീരിയോഡിക് ടേബിളിലെ രണ്ട് ഗ്രൂപ്പുകളുമായിട്ട് ഹൈഡ്രജന് സിമിലാരിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് ഗ്രൂപ്പുകൾ? ഒന്ന് നമ്മുടെ ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസുമായിട്ട് ഹൈഡ്രജൻ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. ആൽക്കലി മെറ്റൽസ്. ആരാ കുട്ടികളെ ആൽക്കലി മെറ്റൽസ്? ഫസ്റ്റ് ഗ്രൂപ്പുകാർ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം എന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ട് ഹൈഡ്രജൻ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. മറ്റൊരു ഗ്രൂപ്പുമായിട്ടും ഹൈഡ്രജന് സിമിലാരിറ്റി ഉണ്ട് അത്രേ. അതാരാണ്? ഹാലോജൻസ്. ഹാലോജൻസുമായിട്ടും ഹൈഡ്രജൻ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. ആരാണ് സോൾട്ട് പ്രൊഡ്യൂസേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാലോജൻസ്? നിങ്ങൾക്കറിയാം, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസിറ്റേറ്റ്. ഇവരുമായിട്ടും ഹൈഡ്രജൻ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. കഴിഞ്ഞില്ല, ഈ രണ്ട് ഗ്രൂപ്പുകളുമായിട്ടും ഹൈഡ്രജന് ഡിസിമിലാരിറ്റീസും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആൽക്കലി മെറ്റൽസായിട്ടും ഹാലജൻസായിട്ടും ഹൈഡ്രജന് സിമിലാരിറ്റീസ് ഉണ്ട്. അതേസമയം ഈ രണ്ട് ഗ്രൂപ്പിൽ എലമെൻസുമായിട്ട് ഹൈഡ്രജന് ഡിസിമിലാരിറ്റീസും ഉണ്ട്. മനസ്സിലായോ? ഇങ്ങനൊരു പ്രത്യേകതയുള്ള എലമെൻറ്റ് വേറെ ആരുമില്ല എന്നാണ് പറയണേ. വേറെ ഏത് എലമെൻറ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്താലും അത് ഒരു ഗ്രൂപ്പുമായി സിമിലാരിറ്റി കാണിക്കും, ബാക്കി എല്ലാ ഗ്രൂപ്പുകളുമായി ഡിസിമിലാരിറ്റി കാണിക്കും. പക്ഷേ ഹൈഡ്രജൻ മാത്രം രണ്ട് ഗ്രൂപ്പുകളുമായി സിമിലാരിറ്റി കാണിക്കുന്നു, അതേ രണ്ട് ഗ്രൂപ്പുകളുമായിട്ട് എന്ത് കാണിക്കുന്നു? ഡിസിമിലാരിറ്റി കാണിക്കുന്നു. അതുകൊണ്ട് ഹൈഡ്രജന് ഫസ്റ്റ് പീരീഡിൽ എവിടെ വയ്ക്കും എന്നുള്ളതാണ് ചോദ്യം. ആൽക്കലി മെറ്റൽസിൽ വയ്ക്കാം, ഹലജൻസിലും വയ്ക്കാം. അറ്റ് ദ സെയിം ടൈം ആൽക്കലി മെറ്റൽസിൽ വയ്ക്കാനും പാടില്ല, ഹലജൻസിലും വയ്ക്കാൻ പാടില്ല. ദാറ്റ് ഈസ് വൈ വി അസൈൻഡ് എ യുണീക്ക് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതുകൊണ്ട് പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന് ഒരു ഫസ്റ്റ് പീരീഡിനകത്ത് ഒരു യുണീക്ക് പൊസിഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ഹൈഡ്രജന് ഒരു യുണീക്ക് പൊസിഷൻ ഇൻ ദ ഫസ്റ്റ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിളാണ് നൽകിയിട്ടുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. ഈ ഒരു സ്പെഷ്യാലിറ്റി കാരണം കൊണ്ട് തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് റോഗ് എലമെൻറ്റ് എന്നാണ്. റോഗ് എലമെൻറ്റ്. ഹൈഡ്രജൻ ഈസ് ഓൾസോ നോൺ ഈസ് റോഗ് എലമെൻറ്റ്. വൈ വി ആർ കോളിംഗ് ഹൈഡ്രജൻ എസ് എ റോഗ് എലമെൻറ്റ്? വ്യത്യസ്തനായ എലമെൻ്റ് എന്നർത്ഥം. വ്യത്യസ്തനായ എലമെൻറ്റ്. എന്താണ് വ്യത്യസ്തത എന്ന് ഇതിനോടകം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. സോ രണ്ട് ഗ്രൂപ്പുകളുമായി ഹൈഡ്രജൻ സിമിലാരിറ്റി കാണിക്കുന്നു, അതേ രണ്ട് ഗ്രൂപ്പുകളുമായി ഹൈഡ്രജൻ ഡിസിമിലാരിറ്റി കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആൽക്കലി മെറ്റൽസുമായിട്ടും ഹലജൻസുമായിട്ടും ഹൈഡ്രജൻ കാണിക്കുന്ന സിമിലാരിറ്റീസ് എന്താണെന്നും ഡിസിമിലാരിറ്റീസ് എന്താണെന്നും ഒന്ന് നോക്കാം. സോ ലെറ്റ് us അനലൈസ് ദ ഫസ്റ്റ് ടോപ്പിക്, സിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ് ആൽക്കലി മെറ്റൽസുമായി കാണിക്കുന്ന സിമിലാരിറ്റീസ് ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്.
സിമിലാരിറ്റീസ് വിത്ത് ആൽക്കലി മെറ്റൽസ്? ധാരാളമുണ്ട്. അതിൽ ഒന്നാമത്തെ സിമിലാരിറ്റി ആയിട്ട് ഞാൻ പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. You know that the electronic configuration of alkali metals is, alkali metals in the electronic configuration എന്താ വരെ കുട്ടികളെ? It is nothing but noble ഗ്യാസിൻ്റെ കോൺഫിഗറേഷന് ശേഷം അല്ലേ, നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷന് ശേഷം NS1 എന്നാണ് വരിക, റൈറ്റ്? NS1. And you just think about the electronic configuration of hydrogen. Hydrogen is simply 1s1. അപ്പോൾ രണ്ടുപേരുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? NS1 എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. NS1 എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സിമിലാരിറ്റി ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ്. നൗ ലെറ്റ് us ഡിസ്കസ് ദ സെക്കൻഡ് സിമിലാരിറ്റി. രണ്ടാമത്തെ സിമിലാരിറ്റി എന്താണ്? നോക്കൂ കേട്ടോ, രണ്ടാമത്തെ സിമിലാരിറ്റി എന്താണ്? രണ്ടാമത്തെ സിമിലാരിറ്റി ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ബോത്ത് ക്യാൻ കമ്പൈൻസ് വിത്ത് നോൺ മെറ്റൽസ്. ഇരുവർക്കും നോൺ മെറ്റൽസുമായി എന്ത് ചെയ്യാൻ പറ്റും? കമ്പൈൻ ചെയ്യാൻ പറ്റും. So both alkali metal and hydrogen combines with non-metals. For example, സോഡിയം എന്ന് പറഞ്ഞാൽ ക്ലോറിനുമായി ചേർന്ന് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം ബ്രോമൈഡ് ഒക്കെ ഫോം ചെയ്യുന്ന പോലെ ഹൈഡ്രജനും ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫോം ചെയ്യാറുണ്ട്. സിമിലർലി യു ക്യാൻ സേ ദാറ്റ് സോഡിയം ഓക്സിജനുമായി ചേർന്ന് സോഡിയം ഓക്സൈഡ് ഫോം ചെയ്യുന്ന പോലെ ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് വാട്ടർ ഫോം ചെയ്യും. അപ്പോൾ ഇതേപോലെ നോൺ മെറ്റൽസുമായിട്ട് ആൽക്കലി മെറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു, ഹൈഡ്രജനും നോൺ മെറ്റൽസുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. Now what about the third similarity with alkali metals? ആൽക്കലി മെറ്റൽസുമായുള്ള തേർഡ് സിമിലാരിറ്റി എന്താണ്? Let us discuss about the oxidation state. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഞാൻ മൂന്നാമത്തെ സിമിലാരിറ്റി ആയിട്ട് പറയുന്നത്. Both alkali metals and hydrogen will show an oxidation state of +1 in their compounds. നിങ്ങൾക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കൺസിഡർ ചെയ്താൽ ഇവിടെ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1, റൈറ്റ്? സിമിലർലി യു കൺസിഡർ അബൌട്ട് HCl. HClനകത്ത് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1 ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു എക്സാമ്പിളായിട്ട് എഴുതെടുക്കാം, പൊട്ടാഷ്യം ബ്രോമൈഡ് കൺസിഡർ ചെയ്യാം. അതേസമയം നിങ്ങളിവിടെ വാട്ടറിനെ കൺസിഡർ ചെയ്തോളൂ. In potassium bromide, the oxidation state of potassium is +1, and in water, the oxidation state of hydrogen is +1, isn't it? So, both alkali metals and hydrogen will show an oxidation state of +1 in their compounds. Now, what about the third similarity? മൂന്നാമത്തെ സിമിലാരിറ്റി ആയിട്ട് ഞാൻ പറയുന്നത്, the fourth similarity, and that is the electropositive nature. Nothing but electropositive nature. ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ. കുട്ടികളെ, നിങ്ങൾ സോഡിയം ക്ലോറൈഡ് ഉരുക്കുക, മോൾട്ടൺ NaCl. You know that in molten NaCl, it contains Na plus and Cl minus, isn't it? Now, when you pass electricity through molten NaCl, you know that there is an anode as well as a cathode. ആനോഡിൻ്റെ ചാർജ് ചെയ്ത പോസിറ്റീവ്, കാഥോഡിൻ്റെ ചാർജ് ചെയ്ത നെഗറ്റീവ്. ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യാം. അപ്പോൾ Na+ ആരുടെ അടുത്തേക്കാണ് ഓടുക? ആനോഡിൻ്റെ അരികിലേക്കല്ലേ ഓടുക, അല്ലേ? അപ്പോൾ ആൽക്കലി മെറ്റൽസിനെ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? ദിസ് ഈസ് നോട്ട് ടു ആനോഡ്, ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ Na+ ചെല്ലുന്നത് എവിടേക്കാണ്? കാഥോഡിലേക്കാണ് കേട്ടോ. Na+ വിൽ മൂവ് ടുവേർഡ്സ് കാഥോഡ് ബിക്കോസ് കാഥോഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. കാഥോഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതേസമയം Cl- മൂവ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? Cl- വിൽ മൂവ് ടുവേർഡ്സ് ആനോഡ്. Cl- എവിടേക്കാണ് മൂവ് ചെയ്യുക? ആനോഡിലേക്കാണ് മൂവ് ചെയ്യുക. കാരണം ആനോഡിൻ്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ്. ഇനി നിങ്ങൾ വെള്ളത്തിലൂടെയാണ് നിങ്ങൾ കറണ്ട് കടത്തി വിടുന്നതെങ്കിൽ, വിടുന്നതെന്ന് വിചാരിക്കാം. യു ആർ ജസ്റ്റ് ഇമാജിൻ ദറ്റ് ത്രൂ വാട്ടർ ഐ എം പാസിംഗ് ഇലക്ട്രിസിറ്റി. ഓക്കെ, വെറും വെള്ളമല്ല, കുറച്ച് ആസിഡോ ബേസോ ഒക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ ഇസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ വെള്ളത്തിലൂടെയാണ് നിങ്ങൾ കറണ്ട് കടത്തിവിടുന്നതെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ലിബറേറ്റഡ് അറ്റ് കാഥോഡ്. ഹൈഡ്രജൻ എവിടെയാണ് ലിബറേറ്റ് ചെയ്യപ്പെടുക? കാഥോഡിലാണ് ലിബറേറ്റ് ചെയ്യപ്പെടുക. അതേസമയം നമ്മുടെ ഓക്സിജൻ ആവട്ടെ, ഓക്സിജൻ വിൽ ബി ലിബറേറ്റഡ് അറ്റ് ആനോഡ്. ഓക്സിജൻ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും? ആനോഡിലായിരിക്കും. This clearly indicates the electropositive character of hydrogen, which resembles with that of alkali metals, right? Now let us discuss one more property.
ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ആൽക്കലി മെറ്റൽസ്, ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് reducing action, reducing nature. Hydrogen, like alkali metals, can be used as reducing agents. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബോറോണിൻ്റെ ഓക്സൈഡ് B2O3 പോലുള്ള കോമ്പൗണ്ടുകളെ നിങ്ങൾ പൊട്ടാഷ്യം വെച്ച് എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു എന്ന് വിചാരിക്കുക. B2O3 പോലുള്ള കോമ്പൗണ്ടുകളെ പൊട്ടാഷ്യം വെച്ച് ചൂടാക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ പൊട്ടാഷ്യം ഇതിൽ നിന്നും ആരെ പിടിച്ച് വലിച്ചെടുക്കും? ഓക്സിജനെ വലിച്ചെടുക്കും. അങ്ങനെ ഓക്സിജനെ പൊട്ടാഷ്യം വലിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണ് കിട്ടുക? K2O, പൊട്ടാഷ്യം ഓക്സൈഡിനെയും ഒപ്പം തന്നെ ബോറോണും കിട്ടും. പൊട്ടാഷ്യം ഓക്സൈഡിനെയും കിട്ടും, ഒപ്പം ബോറോണിനെയും കിട്ടും. To balance this reaction, we have to put 3 here, so that we have to put 6 here, and we have to put 2 here, so that the equation is balanced. അപ്പോൾ B2O3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്ത് ബോറോൺ ആക്കി മാറ്റി. ആര്? പൊട്ടാഷ്യം. In the very same way, you can treat this kind of reaction with hydrogen. For example, ടങ്സ്റ്റൻ്റെ ഓക്സൈഡിനെ നിങ്ങൾ ഹൈഡ്രജൻ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get tungsten along with water. നിങ്ങൾക്ക് ടങ്സ്റ്റണും വാട്ടറും കിട്ടും. To balance this equation, we have to put 3, so that we have to put 3, so the equation has been balanced. ഓക്കെ, സോ ആൽക്കലി മെറ്റൽസിനെ റെഡ്യൂസിങ് ഏജൻ്റായി ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഹൈഡ്രജനെയും എന്തായിട്ട് യൂസ് ചെയ്യാം? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദ വാരിയസ് സിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ആൽക്കലി മെറ്റൽസുമായുള്ള സിമിലാരിറ്റീസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എങ്കിൽ അവർ നെക്സ്റ്റ് ടോപ്പിക്, ആൻഡ് ദാറ്റ് ഈസ് സിമിലാരിറ്റീസ് വിത്ത് ഹാലോജൻസ്. ഹാലോജൻസുമായിട്ടുള്ള സിമിലാരിറ്റീസ് ആണ് നമുക്കിനി പറയാനുള്ളത്. So let's start similarities with halogens. എന്തൊക്കെയാണ് നമ്മുടെ ഹൈഡ്രജന് ഹാലോജൻസുമായുള്ള സിമിലാരിറ്റീസ്? വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ആ ഡിസ്കഷൻ നോക്കാം. ഹാലോജൻസുമായിട്ട് ഹൈഡ്രജൻ ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. ലെറ്റ് us ഡിസ്കസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ കുറേ പേർ ചോദിക്കും, സർ ഹാലജൻസിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് സെയിം ആവണേന്ന്? സെയിം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വിശദീകരിക്കാം. യു നോ ദാറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് 1s1 ആൻഡ് ദാറ്റ് ഓഫ് ഹലജൻ. ഹലജനെ ഞാൻ എക്സ് എന്ന് എഴുതാണ്. ഹലജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം NS2NP5 എന്നാണ്, അല്ലേ? NS2NP5, റൈറ്റ്? NS2NP5. ഇരുവർക്കും ഓരോ ഇലക്ട്രോണെ കിട്ടിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആവും, റൈറ്റ്? ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണെ സ്വീകരിച്ചാൽ അതാരായി മാറും? ഹീലിയമായി മാറില്ലേ? ഞാൻ പറയുന്നത് ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി മാറില്ലേ? യെസ് ഓർ നോ? മാറും. അതേപോലെ തന്നെ നോബിൾ ഗ്യാസുകളും അതേ ഒരു ഇലക്ട്രോണെ സ്വീകരിച്ചാൽ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് അവരും എത്തും. ഇപ്പോൾ ഫ്ലൂറിനാണ് ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുന്നതെങ്കിൽ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോണിൻ്റെ കോൺഫിഗറേഷൻ ആവും. ഇനി ക്ലോറിനാണ് ഇലക്ട്രോണെ സ്വീകരിക്കുന്നതെങ്കിൽ ക്ലോറിൻ്റെ Cl- എന്ന് പറഞ്ഞ ആൾ ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരും? തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസ് ആർഗണിൻ്റെ കോൺഫിഗറേഷനിലേക്ക് വരും. അപ്പോൾ ബോത്ത് ഹൈഡ്രജൻ ആൻഡ് ആൽക്കലി മെറ്റൽസ് will accept one electron in order to attain nearest noble gas configuration. ഇതാണ് ഒന്നാമത്തെ സിമിലാരിറ്റി ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുക. ഫസ്റ്റ് സിമിലാരിറ്റി വേ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹാലജൻസ്. നൗ ലെറ്റ് us discuss about the second similarity. രണ്ടാമത്തെ സിമിലാരിറ്റി എന്താണ്? ഐ എം സെയിങ് atomicity. You know that halogens exist as diatomic molecules like F2, അതേപോലെ തന്നെ Cl2, Br2 എന്നൊക്കെ പറഞ്ഞ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് ഹലജൻസ് നിൽക്കുക. സിമിലർലി ഹൈഡ്രജൻ ഓൾസോ എക്സിസ്റ്റ് ആസ് എ ഡയറ്റോമിക് മോളിക്യൂൾ H2. അപ്പോൾ അറ്റോമിസിറ്റിയാണ് ഞാൻ പറയുന്ന രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഒന്നാമത്തെ സിമിലാരിറ്റി എന്തായിരുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ സിമിലാരിറ്റി എന്താണ്? അറ്റോമിസിറ്റിയാണ്. വാട്ട് അബൌട്ട് ദ തേർഡ് സിമിലാരിറ്റി? മൂന്നാമത്തെ സിമിലാരിറ്റി എന്താണ്? ഞാൻ പറയും ഇലക്ട്രോകെമിക്കൽ നേച്ചർ, ഇലക്ട്രോനെഗറ്റീവ് നേച്ചർ. ആൽക്കലി മെറ്റൽസുമായി ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഹാലജൻസുമായി ഇലക്ട്രോനെഗറ്റീവ് നേച്ചറുണ്ട്.
അതെന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ സോഡിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ടിലൂടെ കറണ്ട് കടത്തി വിട്ടപ്പോൾ നിങ്ങൾ കണ്ടു ക്ലോറിൻ റിലീസ് ചെയ്തത് എവിടെയാണ്? ക്ലോറിൻ ഗ്യാസ് റിലീസ് ചെയ്തത് എവിടെയാണ്? പറ. ക്ലോറിൻ ഗ്യാസ് റിലീസസ് അറ്റ് ആനോഡ്, ഇസ്ന്റ് ഇറ്റ്? യെസ്. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ സോഡിയം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലൂടെ കറണ്ട് കടത്തി വിടൂ. സോഡിയം ഹൈഡ്രൈഡ്. ഇവിടെ നിങ്ങൾക്ക് അറിയോ കുട്ടികളെ, സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ഹൈഡ്രജൻ്റെ -1 ആണ്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രൈഡിലൂടെ നിങ്ങൾ കറണ്ട് എടുത്ത് വിട്ടാൽ ഹൈഡ്രജൻ ഗ്യാസിനെ നിങ്ങൾക്ക് എവിടെ കിട്ടും? ആനോഡിൽ റിലീസ് ചെയ്യുന്നതായി കാണാൻ പറ്റും. ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി റിലീസ്ഡ് അറ്റ് ആനോഡ്. So this is the third similarity, what we are calling as the electrochemical nature. Electrochemical nature നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ സിമിലാരിറ്റി ആയിട്ട് പറയാം. നാലാമത്തെ സിമിലാരിറ്റി എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പി. ഈ പറഞ്ഞ ഹലജൻസിൻ്റെയും ഹൈഡ്രജൻ്റെയും അയോണൈസേഷൻ എൻതാൽപ്പികൾ വളരെ ഉയർന്ന വാല്യൂസ് ആണ്. ബോത്ത് ഹൈഡ്രജൻ ആൻഡ് ഹലജൻസ് പൊസസ് വെരി ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുള്ള കോമൺ ഫീച്ചർ. രണ്ടാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? അറ്റോമിസിറ്റി. മൂന്നാമത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഇലക്ട്രോ കെമിക്കൽ നേച്ചർ. നാലാമത്തെ ഇപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? അയോണൈസേഷൻ എൻതാൽപ്പി. നമ്മുടെ ആൽക്കലി മെറ്റൽസിൻ്റെയും ഹലജൻസിൻ്റെയും ഹൈഡ്രജൻ്റെയും അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായിരിക്കും എന്നുള്ളത്. നൗ അടുത്ത ഒരു സിമിലാരിറ്റി ആയിട്ട് ഞാൻ പറയട്ടെ മക്കളെ. അടുത്തൊരു സിമിലാരിറ്റി വേറൊന്നുമല്ല, both will show an oxidation state of -1. In this compound, sodium chloride, the oxidation state of chlorine is -1, isn't it? So halogens as well as hydrogen will show an oxidation state of -1. അപ്പോൾ അത് നമുക്കൊരു സിമിലാരിറ്റി ആയിട്ട് പറയാം. Then അടുത്ത സിമിലാരിറ്റി എന്താണ്? Like halogens, hydrogen also combines with metals, isn't it? ഹലജൻസിൻ്റെ പോലെ തന്നെ ഹൈഡ്രജൻ മെറ്റൽസുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതും ഒരു സിമിലാരിറ്റി ആയിട്ട് പറയാം. And finally we can say, like halogens, hydrogen also combines with non-metals. For example, കാർബണുമായിട്ട് ഹൈഡ്രജൻ ഹലജൻ കൂടിച്ചേർന്നാൽ CCl4 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവും, ഇല്ലേ മക്കളെ? അതേപോലെ തന്നെ ഹൈഡ്രജനും കാർബണുമായി കൂടിച്ചേരും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? മീഥെയിൻ പോലുള്ള കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. So these are the various similarities of hydrogen with alkali metals. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നീട് പറഞ്ഞു രണ്ടുപേരുടെയും അയോണൈസേഷൻ എൻതാൽപ്പി, രണ്ടുപേരുടെയും അറ്റോമിസിറ്റി, രണ്ടുപേരുടെയും ഇലക്ട്രോ കെമിക്കൽ നേച്ചർ, രണ്ടുപേരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പിന്നെ മെറ്റൽസുമായി കമ്പൈൻ ചെയ്യാനുള്ള എബിലിറ്റി, അതേപോലെ തന്നെ രണ്ടുപേർക്കും നോൺ മെറ്റൽസുമായി കമ്പൈൻ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി. ദീസ് ആർ ദ സിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹാലോജൻസ്. ഇതാണ് ഹാലജൻസുമായുള്ള ഹൈഡ്രജൻ്റെ സിമിലാരിറ്റീസ്. അപ്പോൾ ഞാൻ സിമിലാരിറ്റീസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സിമിലാരിറ്റീസിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഹൈഡ്രജനെ വേണമെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലും വയ്ക്കാം, നിങ്ങൾക്ക് ഹൈഡ്രജനെ വേണമെങ്കിൽ 17th ഗ്രൂപ്പിലും വയ്ക്കാം. അപ്പോഴാണ് പുതിയ ചില സംഭവങ്ങൾ. ഈ രണ്ട് ഗ്രൂപ്പുകളുമായിട്ട് ഹൈഡ്രജന് ധാരാളം ഡിസിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഹൈഡ്രജന് ഈ രണ്ട് പേരുമായിട്ടുള്ള ഡിസിമിലാരിറ്റീസ്? ലെറ്റ് us അനലൈസ് ഈച്ച് വൺ ഇൻ ഡീറ്റെയിൽ. സോ ആദ്യം ഡിസിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസുമായുള്ള ഡിസിമിലാരിറ്റീസ് നോക്കാം. ഒരുപാട് ഡിഫറൻസസ് ഹൈഡ്രജന് ആൽക്കലി മെറ്റൽസുമായിട്ടുണ്ട്. അതിൽ ചില ഡിഫറൻസുകൾ നമുക്കിപ്പോൾ പറയാം. അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും അയോണൈസേഷൻ എൻതാൽപ്പികളാണ്. രണ്ടുപേരുടെയും അയോണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾക്കറിയാം. ഹൈഡ്രജൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 1312 കിലോ ജൂൾ പെർ മോൾ ആണ്, isn't it? The ionization enthalpy of hydrogen is 1312 കിലോ ജൂൾ പെർ മോൾ. അതേസമയം ആൽക്കലി മെറ്റൽസിൽ ഏറ്റവും ഉയർന്ന അയോണൈസേഷൻ എൻതാൽപ്പി ഉള്ള ലിഥിയത്തിൻ്റേത് വെറും അറൗണ്ട് 520 കിലോ ജൂൾ പെർ മോൾ ആണ് വരുന്നത്. ഇതാണ് ഏറ്റവും ഉയർന്ന വാല്യൂ ലിഥിയത്തിന്. സോ ലിഥിയത്തിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 520 കിലോ ജൂൾ പെർ മോൾ ആണെങ്കിൽ ഹൈഡ്രജൻ്റേത് അതിൻ്റെ അറൗണ്ട് 3 times ആണ് വരുന്നത്. സോ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഈസ് മച്ച് ബിഗ്ഗർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അറ്റോമിസിറ്റി. ആൽക്കലി മെറ്റൽസ് പൊതുവേ മോണോ അറ്റോമിക് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്, അല്ലേ? അതേസമയം നമ്മുടെ ഹൈഡ്രജൻ ഒരു ഡയാറ്റോമിക് ആയിട്ടുള്ള ഗ്യാസ് ആണ്, isn't it? സോ രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് അറ്റോമിസിറ്റി പറയാം. നൗ വാട്ട് അബൌട്ട് ദ തേർഡ് ഡിഫറൻസ്? മൂന്നാമത്തെ വ്യത്യാസമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മൂന്നാമത്തെ വ്യത്യാസമായിട്ട് നമുക്ക് പറയാം
മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ H+ ആയി മാറി എന്ന് കരുത്, H+ അയോൺ. അങ്ങനെയാണെങ്കിൽ ഈ H+ അയോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും 1.5 × 10⁻³ പൈക്കോമീറ്റർ ആണ്. സി ഹൗ മച്ച് സ്മോളർ ദിസ് വാല്യൂ ഈസ്. 1.5 × 10⁻³ പൈക്കോമീറ്റർ. അതേസമയം നമ്മുടെ ലിഥിയം മുതൽ സീഷ്യം വരെയുള്ള ആൾക്കാരുടെ അറ്റോമിക് അയോണിക് സൈസുകൾ വാരി ചെയ്യുന്നത് 50 to 200 പൈക്കോമീറ്ററുമായി ബന്ധപ്പെട്ടാണ്. ഈ 50 പൈക്കോമീറ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വാല്യൂ ആലോചിച്ച് നോക്കിയേ, ഇത് എത്രമാത്രം ചെറുതാന്നുള്ളത് അല്ലേ. അതായത് Li+ മുതൽ സീഷ്യം പ്ലസ് വരെയുള്ള അയോൺസിൻ്റെ സൈസ് 50 to 200 പൈക്കോമീറ്ററിലാണ് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിസ് ഈസ് 0.0015 പൈക്കോമീറ്റർ. ഇറ്റ് ഈസ് ടു സ്മോൾ അല്ലേ. അപ്പോൾ H+ അയോൺസിന് മീഡിയത്തിൽ ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇംപോസിബിൾ ആണ്. അത്രയ്ക്കും സൈസ് കുറഞ്ഞ ആളാണ് ആര്, H+ അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യത്യാസമായിട്ട് നമുക്ക് എന്ത് പറയാം, എന്തായിരുന്നു ആദ്യത്തെ വ്യത്യാസം? അയോണൈസേഷൻ എൻതാൽപ്പി ഹൈഡ്രജന് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൈഡ്രജൻ ഡയറ്റോമിക് ആയിട്ട് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആൽക്കലി മെറ്റൽസ് മോണോറ്റോമിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ വ്യത്യാസം എന്തായിരുന്നു? H+ അയോൺസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ അയോൺസിൻ്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. നാലാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആൽക്കലി മെറ്റൽസ് ഹലജൻസുമായി കൂടി ചേർന്നിട്ട് NaCl പോലുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാവും, KBr ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ മക്കളെ, ഇല്ലേ? ഇതിൽ ഈ കോമ്പൗണ്ടുകളൊക്കെ അയോണിക് കോമ്പൗണ്ടുകളാണ്. ദാറ്റ് മീൻസ് ദെയർ ചാർജ് ഈസ് Na+1 ആയിട്ടും ക്ലോറിൻ -1 ആയിട്ടും പൊട്ടാഷ്യം +1 ആയിട്ടും ബ്രോമിൻ -1 ആയിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുക. ദീസ് ആർ അയോണിക് കോമ്പൗണ്ട്സ്. പക്ഷേ ഇതേ രീതിയിൽ ഹൈഡ്രജൻ ചേർന്നൊന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് HCl അതേപോലെ തന്നെ HBr. ഇവർ കോവാലന്റ് കോമ്പൗണ്ടുകളാണ്. ദേ ആർ നോട്ട് എക്സിസ്റ്റ് എസ് എ അയോണിക് കോമ്പൗണ്ട്. HCl എന്ന് പറഞ്ഞാൽ H+ഉം Cl- അല്ല അതിനകത്തുള്ളത്, അതിനകത്ത് HCl തന്നെയാണുള്ളത്. HBr എന്ന് പറയുമ്പോൾ H-Br ആണുള്ളത്, അല്ലാതെ H+ എന്ന് പറയുന്നൊരു അയോണും Br- എന്ന് പറഞ്ഞൊരു അയോണും HBr-നകത്തില്ല. അപ്പോൾ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ടുകളാണെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡ്സ് എന്ന് പറയുന്നത് കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ആൽക്കലി മെറ്റൽസും ഹൈഡ്രജനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിസിമിലാരിറ്റീസ് ക്ലിയർ ആയോ? എങ്കിൽ എന്താണ് ഹൈഡ്രജൻ്റെ ഹലജൻസുമായുള്ള ഡിസിമിലാരിറ്റീസ്? ലെറ്റ് us അനലൈസ് ഡിസിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹാലോജൻസ്. ഹലജൻസുമായുള്ള ഡിസിമിലാരിറ്റീസിൽ ഒന്നാമത്തെ ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ഹലജൻസ് ഹാലൈഡുകളായി മാറും. അതായത് Cl- അതേപോലെ തന്നെ Br-, അതേപോലെ തന്നെ F-, I- എന്നൊക്കെ പറഞ്ഞ് അയോൺസായി മാറും. ദിസ് ഈസ് വാട്ട് ആർ കോളിംഗ് ആസ് ഹാലൈഡ്സ്. ഇതേപോലെ തന്നെ ഹൈഡ്രജൻ H- ആയി മാറും എന്ന് നിങ്ങൾ കണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കോമ്പൗണ്ട് സോഡിയം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ്, ഈ കോമ്പൗണ്ടുകളിലെല്ലാം ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരുന്നു കുട്ടികളെ? -1 ആയിരുന്നു. ഇസൻറ്റ് ഇറ്റ്? അപ്പോൾ ഹാലൈഡുകൾ ഫോം ചെയ്യുന്ന പോലെ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യും, പക്ഷേ ഇറ്റ്സ് നോട്ട് സോ ഈസി. സോ ഫസ്റ്റ് ഡിസിമിലാരിറ്റി വിത്ത് ഹലജൻ എന്ന് പറയുന്നത് ലെസ് ടെൻഡൻസി ടു ഫോം ഹൈഡ്രൈഡ് അയോൺ. ഹാലൈഡ് അയോൺ ഉണ്ടാകുന്ന പോലെ ഹൈഡ്രൈഡ് അയോൺ ഉണ്ടാവാനുള്ള താല്പര്യം അത്ര കാര്യമായിട്ടില്ല. ലെസ് ടെൻഡൻസി ഓഫ് ഹൈഡ്രജൻ ടു ഫോം hydride ion. That is the first dissimilarity of hydrogen with halogens. രണ്ടാമത്തെ ഡിസിമിലാരിറ്റി എന്താണ്? ഹലജൻസുമായുള്ള രണ്ടാമത്തെ ഡിസിമിലാരിറ്റി ആബ്സെൻസ് ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ്. ആബ്സെൻസ് ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് എന്താണെന്നല്ലേ പറയാം. നമ്മുടെ ഫ്ലൂറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾക്കറിയാം, F∪F അല്ലേ? അല്ലെങ്കിൽ ക്ലോറിൻ ആണെങ്കിൽ Cl∪Cl അങ്ങനെ വരും. അപ്പോൾ അതേപോലെ തന്നെ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ആരാ മക്കളെ? H∪H. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്ക് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ഒരു ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6 and 7, റൈറ്റ്? ഈ ഫ്ലൂറിനിലതെ 1, 2, 3, 4, 5, 6, 7 ഒരെണ്ണമാണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ലോൺ പെയറുകൾ ഇല്ലേ? യെസ് ഓർ നോ? യെസ്.
എന്നാൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഇനി ഹൈഡ്രജൻ മോളിക്യൂളിൽ എന്തിൻ്റെ പ്രസൻസ് ഇല്ല? ലോൺ പെയറുകളുടെ പ്രസൻസ് ഇല്ല. ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് നമുക്കൊരു രണ്ടാമത്തെ ഡിഫറൻസ് വിത്ത് ഹാലജനായിട്ട് പറയാൻ സാധിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ്. നൗ വാട്ട് അബൌട്ട് ദ തേർഡ് ഡിഫറൻസ്? മൂന്നാമത്തെ വ്യത്യാസം നമുക്ക് എന്ത് പറയാം? കുട്ടികളെ, നിങ്ങൾക്കറിയാം നമ്മുടെ ഹാലജൻസ്, ഫോർ എക്സാമ്പിൾ ക്ലോറിൻ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ Cl2O7 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ അയോഡിൻ കുറേ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു ഫേമസ് കോമ്പൗണ്ടാണ് I2O5. ഹലജൻ്റെ ഓക്സൈഡുകൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കുകയുണ്ടായി. നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡുകൾ പൊതുവേ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നവരാണ്. എന്ത് ക്യാരക്ടർ കാണിക്കും? അസിഡിക് ക്യാരക്ടർ കാണിക്കും. യെസ്, അസിഡിക് ക്യാരക്ടർ കാണിക്കും. അപ്പം എൻ്റെ ചോദ്യം, ഹൈഡ്രജനും ഒരു ഓക്സൈഡ് ഉണ്ടല്ലോ, ആൻഡ് ദാറ്റ് ഈസ് വാട്ടർ. ഹൈഡ്രജൻ്റെ ഓക്സൈഡ് എന്താണ്? വാട്ടറാണ്. വാട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇസ് ഇറ്റ് അസിഡിക്? നോ, വാട്ടർ ഈസ് ആംഫോട്ടറിക്. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ആംഫോട്ടറിക് ക്യാരക്ടർ കാണിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ കൂടെ ബേസായും ബേസിൻ്റെ കൂടെ ആസിഡായിട്ടും ആക്ട് ചെയ്യാൻ ആർക്ക് കഴിയും? വെള്ളത്തിന് കഴിയും. അപ്പോൾ ഹലജൻ്റെ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് ക്യാരക്ടർ കാണിക്കുമ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സൈഡ് കാണിക്കുന്നത് ആംഫോട്ടറിക് ക്യാരക്ടറാണ്. ദിസ് ഇസ് ക്യാൻ ബി ഓൾസോ സ്റ്റേറ്റഡ് ആസ് വൺ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആരുമായിട്ട്? ഹാലജൻസ്. സോ ഇത്രയുമാണ് ഹൈഡ്രജനും ഹലജൻസും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നേരത്തെ സിമിലാരിറ്റീസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബിക്കോസ് ഓഫ് ദ സിമിലാരിറ്റീസ് വി ക്യാൻ പ്ലേസ് ഹൈഡ്രജൻ ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഇൻ 17th ഗ്രൂപ്പ്. ബട്ട് നൗ വി ഡിസ്കസ്ഡ് ഡിസിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹലജൻസ്. So we could not able to place hydrogen in alkali metals as well as in halogens. Alkali metals-ലും ഇനി ഹൈഡ്രജനെ വെക്കാൻ സാധ്യമല്ല, ഹലജൻസിലും ഹൈഡ്രജനെ വെക്കാനായിട്ട് സാധ്യമല്ല. That is why we assigned a unique position in the first period of the periodic table. And because of this characteristic properties, hydrogen is known as rogue element, വ്യത്യസ്തനായ എലമെൻറ്റ്. പീരിയോഡിക് ടേബിളിലെ രണ്ട് ഗ്രൂപ്പുകളുമായി സിമിലാരിറ്റി, അതേ രണ്ട് ഗ്രൂപ്പുകളുമായി ഡിസിമിലാരിറ്റി. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുന്നു കരുതുന്നു. മനസ്സിലായെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വീണ്ടും ഒന്ന് കടന്നു ചെല്ലാം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചു വരാം. സോ ലെറ്റ്സ് മൂവ് ടു ദ NCERT ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് തുറന്നിരിക്കേണ്ടാവില്ലേ? ഹിയർ യു ക്യാൻ സീ ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതിനകത്ത് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹൈഡ്രജൻ ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക, ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അക്കോർഡിംഗ് ടു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൈഡ്രജനെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വെക്കാവുന്നതാണ്. സി ദിസ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ. അതേസമയം ഒരു ഇലക്ട്രോൺ വാങ്ങിയാൽ അത് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് എത്തും. ആ ഒരു പ്രോപ്പർട്ടി കാരണം കൊണ്ട് ഏത് നോബിൾ ഗ്യാസിൻ്റെ പോലത്തെ പ്രോപ്പർട്ടിയും ആർക്കുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഹൈഡ്രജൻ കാണിക്കുന്നു. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി H+ ആയി മാറുന്ന ഒരു ടെൻഡൻസി. അതേസമയം ഹലജൻസിൻ്റെ പോലെ ഒരു ഇലക്ട്രോണെ സ്വീകരിച്ച് ഹാലൈഡായി മാറുന്ന ഒരു ടെൻഡൻസിയും കാണിക്കുന്നു. ദെൻ ആൽക്കലി മെറ്റൽസിൻ്റെ പോലെ ഹൈഡ്രജൻ ഓക്സൈഡുകളെയും ഹാലൈഡുകളെയും സൾഫൈഡുകളെയും ഒക്കെ ഉണ്ടാക്കുന്നു. ദെൻ ആൽക്കലി മെറ്റൽസിന് വെരി ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ഇല്ല. ആൽക്കലി മെറ്റൽസിന് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. പക്ഷേ ഹൈഡ്രജൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്ന് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നു. Then you can see the ionization enthalpy comparison. ലിഥിയത്തിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 520 kJ/mol ആണെങ്കിൽ ഹൈഡ്രജൻ്റേത് 1312 kJ/mol ആണ്. ഇത് നമ്മുടെ ഹലജൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് മാച്ചിങ് ആണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിൽ നിന്നും അയോണൈസേഷൻ എൻതാൽപ്പിയിൽ ഹൈഡ്രജൻ വ്യത്യസ്തനാകുമ്പോൾ ഹലജൻസുമായി അയോണൈസേഷൻ എൻതാൽപ്പിയിൽ ഹൈഡ്രജൻ അടുക്കുന്നു. ഓക്കെ, ദെൻ ഹലജൻസിൻ്റെ പോലെ ഡയറ്റോമിക് മോളിക്കുലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്നു. ഹാലൈഡുകൾ ഫോം ചെയ്യുന്ന പോലെ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യപ്പെടുന്നു. ഒരുപാട് കോവാലൻ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യപ്പെടുന്നു. ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ദെൻ ഡിസിമിലാരിറ്റീസും നിങ്ങൾക്ക് ഇവിടെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. H+ അയോണിൻ്റെ സൈസ് പറഞ്ഞിരിക്കുന്നു. എത്രയാണ്? 1.5 × 10⁻³ പൈക്കോമീറ്റർ ഇൻ സൈസ്. അതേസമയം ആൽക്കലി മെറ്റൽ അയോൺസിൻ്റെ സൈസ് വാരി ചെയ്യുന്നത് 50 to 200 പൈക്കോമീറ്ററിന് ഇടയിലാണെന്ന് പറഞ്ഞിരിക്കുന്നു.
ഈ പ്രോപ്പർട്ടി കാരണം കൊണ്ട് ഹൈഡ്രജന് ഒരു യുണീക്ക് ബിഹേവിയർ ഉണ്ട്. ഈ യുണീക്ക് ബിഹേവിയർ കാരണം കൊണ്ട് ഹൈഡ്രജനെ നമ്മൾ പീരിയോഡിക് ടേബിളിലെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിലാണ് വെച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. അത് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ കണ്ടതാണ്. ലെറ്റ് മീ ഷോ യു ദാറ്റ് തിങ്. ഹിയർ ഈസ് എ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് ദ ഫസ്റ്റ് പീരീഡ്, റൈറ്റ്? ഫസ്റ്റ് പീരീഡിൽ രണ്ടേ എലമെൻറ്റ്സേ ഉള്ളൂ. ആൻഡ് ഓൾ യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ആൻഡ് ഹൈഡ്രജൻ it is placed in a unique position in the first period of the periodic table. Now I think you got the reason why hydrogen has been placed with a unique position in the first period of the periodic table. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരുടെ കൈവശവും ഫസ്റ്റ് പാർട്ട് NCERT അതൊന്ന് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും കൂടി ആവർത്തിക്കുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഹൈഡ്രജൻ ഈസ് നോൺ ആസ് റോഗ് എലമെൻറ്റ്. വ്യത്യസ്തനായ എലമെൻ്റ് എന്ന് ഹൈഡ്രജൻ അറിയപ്പെടും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രജനെ ഫസ്റ്റ് ഗ്രൂപ്പിലും എന്ത് ചെയ്യാവുന്നതാണ്, വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ NCERT ടെക്സ്റ്റിൻ്റെ വെർഷനിൽ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇന്നിപ്പോൾ ഹാഫ് ആൻ അവർ എടുത്തിട്ട് ഓർ അറൗണ്ട് 40-45 മിനിറ്റ്സായി നമ്മുടെ ഇപ്പോൾ ഈ സെഷൻ പോകുന്നു. ഇത്രയും സെഷൻ പോയിട്ട് ആകെ കൂടി കഴിഞ്ഞിരിക്കുന്നത് എത്ര പാരഗ്രാഫാണെന്ന് നോക്കി, ഒരു 3-4 പാരഗ്രാഫ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ഒരു സെഷൻ നമ്മൾ ഇത്രയും കൂളായി കടന്ന പോലെ നമ്മൾ പോവില്ല. കുറച്ചൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ടാണ് ഇനി നമ്മൾ അടുത്ത സെഷനുകളിൽ കടക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രജൻ എന്ന ചാപ്റ്റർ പഠിക്കേണ്ട ഒരു സ്റ്റൈൽ എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 1-2 ക്ലാസ്സുകൾ കൂടി നമ്മൾ ഇത്തരത്തിൽ ലൈൻ ബൈ ലൈൻ അനാലിസിസിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങൾ ഏബിളായി മാറണം. സ്വന്തമായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിലെ ഓരോ ലൈനിനെയും ഡീറ്റെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കും സാധിക്കണം. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ളത് ടോപ്പിക്ക് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രജൻ്റെ ഒക്കറൻസിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളെ എവിടെയാണ് പ്രധാനമായും കണ്ടുവരുന്നത്? നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ്. യു സി 70% ഓഫ് ദ ടോട്ടൽ മാസ് ഓഫ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിൻ്റെ 70% മാസും ആര് കാരണം കൊണ്ടാണ്? ഹൈഡ്രജൻ കാരണം കൊണ്ടാണ് അത്രയും. അപ്പോൾ കുറേ പേര് ചോദിക്കും, ഇത്രമാത്രം ഹൈഡ്രജൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ? യെസ്. എവിടെയാണിത്? നിങ്ങൾ കേട്ടിട്ടില്ലേ കുട്ടികളെ, നക്ഷത്രങ്ങളിൽ, ഇൻ സ്റ്റാർസ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. അവിടെ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഹീലിയമായി മാറും. ദാറ്റ് ഈസ് എ ന്യൂക്ലിയർ ഫ്യൂഷൻ വിച്ച് ഈസ് ഒക്കറിങ് ഇൻ സ്റ്റാർസ്, നക്ഷത്രങ്ങളിൽ. ഫിസിക്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിത് പഠിക്കും. അപ്പോൾ ഈ നക്ഷത്രങ്ങളാലാണ് ഒരു പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും കൂടുതൽ മാസ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ യു കൺസിഡർ സോളാർ സിസ്റ്റം, 99.9% ഓഫ് ദ മാസ് ഓഫ് സോളാർ സിസ്റ്റം ഈസ് ബിക്കോസ് ഓഫ് സൺ. ബാക്കിയുള്ള 0.1% മാസാണ് ഈ പറഞ്ഞ പ്ലാനറ്റ്സും മറ്റ് വസ്തുക്കളുമായിട്ടുള്ളൂ. അപ്പോൾ ഈ 99.9% ഓഫ് ദ ടോട്ടൽ മാസ് ഓഫ് സോളാർ സിസ്റ്റം ഈസ് വിത്തിൻ സൺ എങ്കിൽ അത് മുഴുവൻ ഹൈഡ്രജനാണ് കുട്ടികളെ. ഇസ് ദാറ്റ് ക്ലിയർ? അതുകൊണ്ടാണ് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ 70% മാസും ഹൈഡ്രജനാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, അറ്റ്മോസ്ഫിയറിൽ എവിടെയാണ് ഹൈഡ്രജനെ കാണുന്നതെന്നും അതേപോലെ നമ്മുടെ ചുറ്റും എവിടെ ഹൈഡ്രജനെ കാണുമെന്നൊക്കെ ഇവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ സീ ദ ജെയിൻ പ്ലാനറ്റ്സ് ജൂപ്പിറ്റർ ആൻഡ് സാറ്റർൺ കൺസിസ്റ്റ് മോസ്റ്റ്ലി ഓഫ് ഹൈഡ്രജൻ. ഹൗവർ ഡ്യൂ ടു ദ ലൈറ്റ് നേച്ചർ, ഹൈഡ്രജൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് എർത്ത് അറ്റ്മോസ്ഫിയറിൽ കുറച്ചേ ഉള്ളൂ, 0.15% ബൈ മാസ്. അറ്റ്മോസ്ഫിയറിലിട്ട എയറിൽ അറ്റ്മോസ്ഫിയറിൽ തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ മോസ്റ്റ് ലെയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിൻ്റെ പേരെന്താ? ട്രോപ്പോസ്ഫിയർ. അതിന് മുകളിലേതാ? സ്ട്രാറ്റോസ്ഫിയർ. അതിന് മുകളിലേതാ? മീസോസ്ഫിയർ. അതിന് മുകളിലേതാ? തെർമോസ്ഫിയർ. അതിന് മുകളിലൊരു ലെയർ ഉണ്ട്, എക്സോസ്ഫിയർ. ഈ എക്സോസ്ഫിയറിലാണ് ഹൈഡ്രജനും ഹീലിയവും പോലുള്ള ഗ്യാസുകളെ കണ്ടുവരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റീസൺ അറിയാം. ഇവരുടെ ഡെൻസിറ്റി ഉണ്ടല്ലോ മക്കളെ, വളരെ 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 കുറവാണ്. അതുകൊണ്ടാണ് ഡെൻസിറ്റി കുറഞ്ഞ ഹൈഡ്രജനും ഹീലിയത്തെയും അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറിൽ കണ്ടുവരുന്നത്. ദെൻ ഹൈഡ്രജൻ കമ്പൈൻഡ് ഫോമിൽ എന്ത് ചെയ്യുന്നു? എർത്ത് ക്രസ്റ്റിൽ പല രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, വാട്ടറിലൊക്കെ
ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന കോമ്പൗണ്ടാണ്. അതേപോലെ തന്നെ പ്ലാന്റ്സിലും ആനിമൽ ടിഷ്യൂസിലും കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടും പ്രോട്ടീൻസ് ആയിട്ടും ഹൈഡ്രൈറ്റ്സ് ആയിട്ടൊക്കെ ആരെ കണ്ടുവരുന്നു? ഹൈഡ്രജനെ കണ്ടുവരുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഒക്കറൻസ് ഓഫ് ഹൈഡ്രജൻ. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്, മേ ബി നിങ്ങൾ കേട്ട് കാണും. പീരിയോഡിക് ടേബിളിലുള്ള എലമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്ന എലമെൻ്റ് ഏതാണെന്ന്. ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്ന എലമെൻ്റ് ഏതാണ്? സാധാരണ ഓപ്ഷൻസ് ആയിട്ട് വരാറുള്ളത് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നാണ്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ. നിങ്ങൾക്ക് ഒരു 10 കോമ്പൗണ്ടുകൾ ഇതിൻ്റെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന 10 കോമ്പൗണ്ടുകൾ കാർബണിൻ്റെ ആയിരിക്കും. കാർബണിൻ്റെ 10 കോമ്പൗണ്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിഷ്പ്രയാസം ചില ആൾക്കാർ പറഞ്ഞു കളയും. മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നൊനെയിൻ, ഡെക്കെയിൻ. പോരെ. ഇനി മീതെയിനെ മാറ്റി വെച്ചിട്ട് ഈ എയിൻ എന്ന് പറഞ്ഞ ഭാഗത്തിനൊരു ഈൻ വെച്ച് കൊടുത്താൽ വീണ്ടും കുറേ എണ്ണം കിട്ടും, ആൽക്കീൻസൈ. ഇനി ഈ ഈൻ മാറ്റിയിട്ട് ഐൻ, YNE എന്ന് വെച്ച് കൊടുത്താൽ പിന്നെയും കിട്ടും ഇഷ്ടംപോലെ കോമ്പൗണ്ടുകൾ, നമ്മുടെ ആൽക്കൈൻസ്. അപ്പോൾ കാർബൺ ഇഷ്ടംപോലെ കോമ്പൗണ്ടുകളാണല്ലോ എന്ന ചിന്തയിൽ പലരും ഇതിന് ഉത്തരമായി എഴുതിക്കളയും കാർബണാണ് പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്ന എലമെൻ്റ് എന്ന്. ബട്ട് ദാറ്റ് ഈസ് റോങ്. ദ റൈറ്റ് ആൻസർ ഈസ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് അതിന് ഉത്തരം. ആൻഡ് വൈ ഹൈഡ്രജൻ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? കാർബണിൻ്റെ 10 കോമ്പൗണ്ട് പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ 10 കോമ്പൗണ്ടിലും ഹൈഡ്രജൻ ഉണ്ടായിരുന്നു ഇല്ലേ? മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ ഫോർമുല? വാട്ട് ഈസ് മീതെയിൻ? CH4. വാട്ട് ഈസ് ഈതെയിൻ? C2H6. വാട്ട് ഈസ് പ്രൊപ്പെയിൻ? C3H8. വാട്ട് ഈസ് ബ്യൂട്ടെയിൻ? C4H10. അപ്പോൾ ഇതൊക്കെ ഹൈഡ്രജനിലേ ഉണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കോമ്പൗണ്ടുകൾ സമാസമമാണ്, റൈറ്റ്? ഇനി ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ കാർബണിൻ്റെ 10 കോമ്പൗണ്ടുകളെ പറയാൻ പറഞ്ഞാൽ വെള്ളം കുടിയും. പക്ഷേ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ടുകളെ പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് പറ്റും. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ആസിഡുകളെ ഏതൊക്കെ? HCl, HBr, HI, HF, HNO3, H2SO4, H2SO3, H3PO4, ഇങ്ങനെ തുടങ്ങുന്ന ആസിഡുകളിലെല്ലാം ഹൈഡ്രജനില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ആൽക്കലികൾ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ബേരിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ബെറിലിയം, ഇങ്ങനെ തുടങ്ങുന്ന ഹൈഡ്രോക്സൈഡുകളിലെല്ലാം ഹൈഡ്രജനില്ലേ? അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ടുകൾ ഇഷ്ടം പോലെയാണ്. പക്ഷെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കാർബണിൻ്റെ കോമ്പൗണ്ടുകൾ അത്രമാത്രം ഇല്ല. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു കാർബോണിക് ആസിഡ് H2CO3, അപ്പോൾ അതിൽ H വന്നു. ഇങ്ങനെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കാർബണിൻ്റെ കോമ്പൗണ്ടുകളെ കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. പക്ഷേ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ടിനെ കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസമില്ല, ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലെ മത്സരത്തിൽ 2 പേർക്കും ഈക്വൽ പോയിൻറ്റ്സ് ആയിരുന്നു. ഇനോർഗാനിക് കെമിസ്ട്രിയുടെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഹൈഡ്രജൻ ഫസ്റ്റ് അടിച്ചില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്ന പീരിയോഡിക് ടേബിളിലെ എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജൻ. മനസ്സിലായോ? ലോജിക്ക് പിടികിട്ടിയോ? പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ചോദ്യം പരീക്ഷ ചോദിച്ചാൽ ചാടി കയറി ഉത്തരം എഴുതി കളയും കാർബൺ എന്നുള്ളത്. അതിന് കാരണം ഓർഗാനിക് കെമിസ്ട്രി എടുക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ കോമ്പൗണ്ടുകൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വരും കാർബൺ എത്രമാത്രം കോമ്പൗണ്ടുകളാണ്. പക്ഷെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, ആ കോമ്പൗണ്ടുകളിലെല്ലാം വളരെ സൈലൻ്റായി നിൽക്കുന്നൊരു പാവം എലമെൻ്റ് ഉണ്ട്. ഏതാണ് ആ പാവം എലമെൻ്റ്? ഹൈഡ്രജൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് this first session of hydrogen. Hope you all enjoyed the session. So നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അടുത്ത ഒരു പാർട്ടുമായി വരാം. ഹൈഡ്രജൻ പാർട്ട് 2മായി നമുക്ക് അടുത്ത ദിവസം കാണാം. പറഞ്ഞ കാര്യങ്ങൾ മറക്കല്ലേ. ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലെക്ചർ നോട്ടും മിക്സ് ചെയ്ത് നിങ്ങളുടേതായ ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ക്രാക്ക് entrance examination as well as your +1 final examination. Okay, so meet you later. Thank you very much.